ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിഥില മിസ് ആണ്. സോ നമ്മുടെ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ കോൺസെൻട്രേഷൻ. ഒരുപാട് ന്യൂമറിക്കൽസ് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നന്നായിട്ട് പഠിക്കാം ഒന്ന് നോക്കിയാലോ. സോ ഗൈസ്, ബേസിക്കലി ആദ്യം കോൺസെൻട്രേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സപ്പോസ് എൻ്റെ കയ്യിൽ 2 ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തു, കുടിച്ചു നോക്കി. ഉപ്പുണ്ട്, കുഴപ്പമില്ല. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ കുറേ ഉപ്പ് കലക്കി കുടിച്ചു നോക്കി. നല്ല വൃത്തികെട്ട ഉപ്പ് ചവയായിരിക്കും അല്ലേ, ഭയങ്കര ഉപ്പായിരിക്കും. സോ ഈ 2 സൊല്യൂഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്, ഒന്നിൽ ഉപ്പിൻ്റെ അളവ് കുറവാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ സൊല്യൂട്ടാണ്. അപ്പോൾ ചില സൊല്യൂഷൻസിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചിലതിൽ സൊല്യൂട്ടിൻ്റെ അളവ് കുറവായിരിക്കും. സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇനി സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിലോ നമുക്കതിനെ പാവം ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ശരിക്കും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ അളവാണ്. ഓക്കെ ആണോ? ഇപ്പം നിങ്ങളൊരു 100 ഗ്രാം സൊല്യൂഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം സോൾവെന്റിൽ എടുക്കുക, അതിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്? അതാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ തീരുമാനിക്കുന്നത് ആരാ? അതിലെ സൊല്യൂട്ട് ആയിരിക്കും. വായിച്ചു നോക്കിക്കേ എൻ്റെ കുട്ടികൾ. ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ. അല്ലേ, കുറച്ച് സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെന്റ് എന്നാൽ അതിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്? അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഈ കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? അതിന് ഭയങ്കര ഉപ്പാ, അതിന് ഉപ്പ് കുറവാ എന്നിങ്ങനെ പറഞ്ഞാൽ മതിയോ? പറ്റില്ല. നമുക്ക് ഡെയിലി ലൈഫിൽ അങ്ങനെ പറയാം അല്ലേ. പക്ഷെ നമ്മൾ സയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കണക്ക് വേണം, പെർസെൻറ്റേജ് വേണം. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. അതിൽ 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലും കുറേ മെത്തേഡുകളുണ്ട്. ഇതിലാകെ 3 മെത്തേഡ് നമ്മൾ പഠിക്കുന്നുള്ളൂ. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഇത് 3മാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ മെത്തേഡായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചാലോ? റെഡിയാണോ എൻ്റെ കുട്ടികൾ? അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. മക്കളെ, എം ബൈ എം അല്ലെങ്കിൽ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവും ഗ്രാമിൽ തന്നിട്ടുണ്ട്, സോൾവെന്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ അളവും ഗ്രാമിൽ തന്നിട്ടുണ്ട്. 2 പേരുടെയും അളവ് ഗ്രാമിലാണെങ്കിൽ നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഉപയോഗിക്കാം. അതായത് നിങ്ങളോടിപ്പോൾ പറയാണ് കേട്ടോ, നിങ്ങളോട് സപ്പോസ് പറയുകയാണ് ഒരു 10 ഗ്രാം സൊല്യൂട്ട് എടുത്തിട്ട് ഒരു 90 ഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തു. ഇവിടെ എൻ്റെ കുട്ടികൾ നോക്കിക്കേ, സൊല്യൂട്ടിൻ്റെ മാസ് ഗ്രാമിലാണ്, സോൾവെന്റിൻ്റെ അളവും ഗ്രാമിൽ, 2 ഗ്രാമിൽ. അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടെത്താം. ഇവിടുത്തെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ, കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഉപയോഗിക്കാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഡെഫിനിഷൻ എടുത്താൽ ഹൗ മെനി ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ആർ പ്രസൻറ്റ് ഇൻ 100 ഗ്രാം സൊല്യൂഷൻ. ഒരു 100 ഗ്രാം സൊല്യൂഷൻ നമ്മൾ എടുത്തു, 100 ഗ്രാം ആണേ. അതിനുള്ളിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് ഇന്ന് പെർസെൻറ്റേജിൽ പറയുന്നു. ഹൗ മെനി ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ആർ പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ടെന്ന് പെർസെൻറ്റേജ് പറയുന്നതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഇത് കണ്ടെത്താനുള്ള ഇക്വേഷൻ നോക്കിക്കേ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മക്കളെ, ഈ 3 മെത്തേഡിലും നമ്മൾ ഉപയോഗിക്കുന്നത് സൊല്യൂട്ടിന് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ ഇൻറ്റു 100 ആയിരിക്കും. അതിലെ യൂണിറ്റ് മാത്രമായിരിക്കും മാറുന്നുണ്ടാവുക. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആയിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? അപ്പോൾ മിസ് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ 10 ഗ്രാം സൊല്യൂട്ട് 90 ഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കണ്ടെത്താം. ഓക്കെ ആണോ? അപ്പോൾ ആദ്യം സൊല്യൂട്ടിൻ്റെ മാസ് എടുക്കാം, 10 ഡിവൈഡഡ് ബൈ, നമുക്ക് വേണ്ടത് ആരുടെ മാസാ? സൊല്യൂഷൻ്റെ മാസാണ്. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് എൻ്റെ കുട്ടികൾ ആലോചിച്ച് നോക്കിക്കേ. 2 ആൾക്കാർ ചേരുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ അതിൽ സൊല്യൂട്ടും ഉണ്ടാകും, സോൾവെന്റും ഉണ്ടാകും. ഓൾവേസ് റിമെമ്പർ, വെൻ വി കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സൊല്യൂഷൻ വി നീഡ് ടു ആഡ് ദി മാസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഇവരെ 2 പേരുടെയും കൂടെ കൂട്ടിയാലേ നമുക്ക് സൊല്യൂഷൻ്റെ മാസ് കിട്ടൂ. ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാ?
10 ഗ്രാം. സോൾവെന്റിന്റെ മാസ് എത്രയാ? 90 ഗ്രാം. രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയായി? 100 ഗ്രാം. അപ്പൊ 10/100 ഇൻറ്റു 100. 100 വെട്ടിപ്പോയി 10% എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടുത്തെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 ആണ്. അത്രയുമാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്നാൽ അടുത്ത ചോദ്യം തരട്ടെ. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20 ഗ്രാം സോൾട്ട് ഇൻ 180 ഗ്രാം ഓഫ് വാട്ടർ. മാസ് പെർസെൻറ്റേജ് കണ്ടെത്താൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കണ്ടെത്താം അല്ലേ? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം? സൊല്യൂട്ടിന്റെ മാസ്. സൊല്യൂട്ടിന്റെ മാസ് എത്രയാ മക്കളെ? ഒന്ന് ഓർത്ത് വെച്ചോ. കുറഞ്ഞ അളവിലുള്ള ആള് സൊല്യൂട്ട്, കൂടുതൽ അളവിലുള്ള ആള് സോൾവെന്റ്. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാലോ. അപ്പൊ ഇവിടുത്തെ സൊല്യൂട്ടിന്റെ മാസയാ 20 ഗ്രാം ആണ്. ഇനി നമുക്ക് വേണ്ടത് മാസ് ഓഫ് സൊല്യൂഷനാ. സൊല്യൂഷന്റെ മാസ് കിട്ടണമെങ്കിൽ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മാസ് തമ്മിൽ ആഡ് ചെയ്യണം. സൊല്യൂട്ടിന്റെ മാസ് 20, സോൾവെന്റിന്റെ മാസ് എത്രയാ? 180 ഇൻറ്റു 100 ചെയ്യാല്ലേ. അപ്പൊ 20/200 ഇൻറ്റു 100 വരും. സിമ്പിൾ. 0 വെട്ടിപ്പോയി 20/2, അതായത് 10% എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടുത്തെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കിയേ, ഹൗ മച്ച് സോൾട്ട് നീഡ്സ് ടു ബി ആഡഡ് ടു 450 ഗ്രാം സൊല്യൂഷൻ ടു മേക്ക് എ 10% മാസ് ബൈ മാസ് പെർസെൻറ്റേജ് സൊല്യൂഷൻ. അതായത് ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്രയാ? 10% ആണ്. അപ്പൊ ഇത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ എത്ര സൊല്യൂട്ട് വേണം എന്നാ ചോദ്യം. അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് നമുക്ക് അറിയത്തില്ല കേട്ടോ. സൊല്യൂഷന്റെ മാസ് തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 450 ആണ് അല്ലെ? 450 ആണ് സൊല്യൂഷന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 100 ചെയ്യാം. നമുക്ക് കണ്ടെത്തേണ്ടത് സൊല്യൂട്ടിന്റെ മാസ് ആണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത എന്റെ കുട്ടികള്. 450 ഇൻറ്റു 10 അല്ലേ? 450 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു സൊല്യൂട്ടിന്റെ മാസ് ഇൻറ്റു 100 എന്ന് വരും. നമുക്ക് വേണ്ടത് സൊല്യൂട്ടിന്റെ മാത്രം മാസാണേ. അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് ഈസ് ഈക്വൽ ടു 450 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അപ്പൊ 10 വെട്ടിപ്പോ 0 വെട്ടിപ്പോയി 0 വെട്ടിപ്പോയി. എത്രയായി? 45 ഗ്രാം. നോക്കിക്കേ, 450 ഗ്രാം സൊല്യൂഷൻ ഉണ്ടാക്കാൻ 10% മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 45 ഗ്രാം സൊല്യൂട്ട് വേണം. അപ്പൊ ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇവിടെ എന്തായിരിക്കും വ്യത്യാസം എന്ന് അറിയാം എൻ്റെ കുട്ടികള്? ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമിലായിരിക്കും തരുന്നുണ്ടാവുക. പക്ഷെ സൊല്യൂഷനെ നമ്മൾ പറയുന്നത്, സൊല്യൂഷന്റെ അളവിനെ നമ്മൾ പറയുന്നത് മില്ലി ലിറ്ററിലായിരിക്കും. പറഞ്ഞില്ലേ, ഇക്വേഷൻ ഒക്കെ സെയിം ആ, യൂണിറ്റ് മാത്രം ഡിഫറെന്റ് ആയിരിക്കും. അതായത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 100 മില്ലി ലിറ്റർ സൊല്യൂഷൻ. നേരത്തെ നമ്മൾ കണ്ടത് 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നു 100 മില്ലി ലിറ്റർ സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്. അപ്പൊ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാമേ. ഒരു സൊല്യൂഷൻ എടുത്താൽ 30 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്. ടോട്ടൽ 250 ml സൊല്യൂഷൻ ആക്കിയിട്ടുണ്ട്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടെത്താം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടെത്തണം. നമ്മുടെ ഇക്വേഷൻ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് എത്രയാണോ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷൻ. സൊല്യൂട്ടിന്റെ മാസ് തന്നിട്ടില്ലേ? 30 ഗ്രാം ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, സൊല്യൂഷൻ എത്രയുണ്ടോ തന്നിട്ടില്ലേ? 250 ml ആണ്. ഇൻറ്റു 100 ചെയ്യാ. 0 വെട്ടിപ്പോയി അല്ലേ? 30 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. 30 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡഡ് ബൈ 25. 300 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ നമുക്ക് എത്ര മക്കളെ കിട്ടുക? 30യിലുള്ളത് ഒരു തവണ. 30യിൽ 25 1 ടൈംസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. അത് അത്രയും മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് അല്ലേ? അപ്പൊ ഈ സൊല്യൂഷന്റെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% ആയിരിക്കും. സിമ്പിൾ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 4% മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ടാക്കണം. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കണം. 12 ഗ്രാം കോപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ
സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം എത്രയായിരിക്കും? കണ്ടോ, നേരത്തെ നമ്മളോട് എത്ര സൊല്യൂട്ട് വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ പറയുന്നു സൊല്യൂട്ടിന്റെ അളവ് തന്നിട്ടുണ്ട്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. കണ്ടുപിടിച്ചാലോ? നമുക്ക് ഇക്വേഷൻ അറിയാലോ. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ വോളിയം ഇൻറ്റു 100 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 4% ആണ്. സൊല്യൂട്ടിന്റെ അളവ് തന്നിട്ടുണ്ട് 12 ഗ്രാം ആണ്. സൊല്യൂഷൻ എത്രയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അല്ലെ, അപ്പൊ അതങ്ങനെ തന്നെ എടുക്കട്ടെ, ഇൻറ്റു 100. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് സൊല്യൂഷന്റെ മാസ് അല്ലേ. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ. അപ്പൊ 4 ഇൻറ്റു സൊല്യൂഷന്റെ വോളിയം ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 100 എന്ന് വരും. ഇനി നമുക്ക് സൊല്യൂഷനെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ 12 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. സോ നമുക്ക് 300 കിട്ടി. 300 എന്താ, ഗ്രാം ആണോ? അല്ല, മാസ് ബൈ വോളിയം പെർസെൻറ്റേജാ. സോ സൊല്യൂഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, വോളിയത്തിന്റെ യൂണിറ്റ് മില്ലി ലിറ്റർ ആണ് കേട്ടോ, ലിറ്റർ അല്ല, മില്ലി ലിറ്റർ. സോ ഇവിടുത്തെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത്രയും മില്ലി ലിറ്റർ, 300 മില്ലി ലിറ്റർ ആയിരിക്കും. ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ നമ്മളോട് ചോദ്യം ചോദിക്കും കേട്ടോ. അപ്പൊ അവസാനത്തെ ആളെ നോക്കാൻ വെച്ച് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പൊ എന്റെ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ആ പേര് കണ്ടാൽ തന്നെ ഇവിടെ എല്ലാവരും വോളിയത്തിലാണ് കിടക്കുന്നേ. അതായത് വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആ. ടോട്ടൽ മാറിയല്ലേ. അപ്പൊ മക്കളെ, ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 100 മില്ലി ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ എത്ര മില്ലി ലിറ്റർ സൊല്യൂട്ട് ഉണ്ട്? ഹൗ മെനി milliliters of solute is present in 100 milliliter of solution. 100 milliliter സൊല്യൂഷനിൽ എത്ര മില്ലി ലിറ്റർ സൊല്യൂട്ട് ഉണ്ട്? അപ്പോൾ വോളിയം ബൈ വോളിയം എന്ന് പറയുമ്പോൾ എല്ലാവരും മില്ലി ലിറ്ററിലായിരിക്കും. യൂണിറ്റ് കംപ്ലീറ്റ്ലി മാറി. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. 50 ml എഥനോളിനെ 150 ml വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. കാൽക്കുലേറ്റ് ദ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. അയ്യേ, സിമ്പിൾ ചോദ്യം. എൻ്റെ കുട്ടികൾ ഇനി വേഗം എന്ന് പറയല്ലേ. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? സൊല്യൂട്ടിന്റെ വോളിയം ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ വോളിയം ഇൻറ്റു 100 ചെയ്യാ. സൊല്യൂട്ടിന്റെ വോളിയം എത്രയാ? 50. സൊല്യൂഷന്റെ വോളിയം എത്രയാ? സൊല്യൂഷന്റെ വോളിയം കിട്ടണമെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ട്, സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് 50 ml ആണ്, സോൾവെന്റ് 150 ആണ്, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. 0 0 0 0 ക്യാൻസൽ ആയി അല്ലേ. 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 25%. അപ്പൊ ഇവിടുത്തെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 20% വോളിയം ബൈ വോളിയം സൊല്യൂഷൻ ഓഫ് ബ്രോമിൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ 40 ml ബ്രോമിൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൗ മച്ച് വാട്ടർ? സോ ഇവിടെ ഈ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ നമ്മളോട് സൊല്യൂഷനോ സോൾട്യൂട്ടോ ഒന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. 20% വോളിയം ബൈ വോളിയം കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ എത്ര സോൾവെന്റ് വേണമെന്നാണ്. നമ്മൾ ഇതെങ്ങനെ കണ്ടെത്തും? നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ കയ്യിൽ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ട് 20. അപ്പോൾ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് മക്കളെ കണ്ടെത്തണമെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100 ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ ആദ്യം സൊല്യൂഷൻ്റെ എത്രയാണ്, സൊല്യൂഷൻ എത്ര വോളിയം ഉണ്ടെന്ന് കണ്ടെത്താം. സൊല്യൂഷൻ്റെ വോളിയത്തിൽ നിന്ന് സൊല്യൂട്ട് കുറച്ചാൽ നമുക്ക് സോൾവെന്റ് കിട്ടത്തില്ലേ. ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അപ്പൊ സൊല്യൂഷന്റെ അളവിൽ നിന്നും സൊല്യൂട്ടിനെ മൈനസ് ചെയ്താൽ നമുക്ക് സോൾവെന്റ് കിട്ടത്തില്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടെത്താം. അപ്പൊ പെർസെൻറ്റേജ് എന്ന് മാസ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് 20 ആണ്. സൊല്യൂട്ട് 40. വോളിയം അറിയില്ല, ഞാൻ എക്സ് എന്ന് എടുക്കട്ടെ, ഇൻറ്റു 100. അപ്പൊ എക്സ് എത്രയാ വരിക? 20 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 100 എന്ന് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 20 വരും. 0 0 വെട്ടിപ്പോട്ടെ. 40 ഡിവൈഡഡ് ബൈ 2 20 എന്ന് വരും. 20 ഇൻറ്റു 10 എത്രയാ മക്കളെ വന്നത്? 200 ml. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 200 ml ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ എത്ര വാട്ടർ വേണമെന്നല്ലേ നമ്മളോട് ചോദിച്ചേ, എത്ര സോൾവെന്റ് വേണമെന്നല്ലേ ചോദിച്ചേ. സോൾവെന്റിന്റെ അളവ് കണ്ടെത്താൻ എന്താ ചെയ്യുക? സോൾവെന്റിന്റെ അളവ് കണ്ടെത്താൻ സൊല്യൂഷന്റെ അളവിൽ നിന്ന് മൈനസ് സൊല്യൂട്ട് അല്ലേ. സൊല്യൂഷൻ ടോട്ടൽ സൊല്യൂഷൻ എത്രയുണ്ടോ അതിൽ നിന്ന് സൊല്യൂട്ടിനെ മൈനസ് ചെയ്യുക.
ടോട്ടൽ ഇവിടെ 200 ml ആണ് സൊല്യൂഷൻ ഉള്ളത്. ഇവിടെ എത്ര സൊല്യൂട്ട് ഉണ്ട്? 40 ml. സോ 200 മൈനസ് 40 160 ml എന്ന് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ മിസ് എന്തൊക്കെ പഠിപ്പിച്ചു? മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. പിന്നെ പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കണ്ടെത്താൻ, സൊല്യൂഷൻ്റെ എമൗണ്ട് കണ്ടെത്താൻ, സോൾവെൻറ്റിൻ്റെ അളവ് കണ്ടെത്താൻ വരെ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 15 gram sodium chloride in 135 gram water. മാസ് പെർസെൻറ്റേജ് ഇവിടെ നോക്കിക്കേ, രണ്ട് പേരും ഗ്രാം അല്ലേ? അപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് മാസ് ബൈ മാസ് പെർസെൻറ്റേജാ. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100. സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാ? 15 gram. ഇനി സൊല്യൂഷൻ്റെ മാസ് എത്രയാ? സൊല്യൂഷൻ്റെ മാസ് കിട്ടാൻ സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 15 + 135 ഇൻറ്റു 100. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 ചെയ്യുക. 0 0 ക്യാൻസലായി. 15 ഡിവൈഡഡ് ബൈ 15, 15 ബൈ 15 1. സോ നമുക്ക് 10%. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. കിട്ടിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എൻ്റെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? ഹാപ്പി ആയില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോ. എല്ലാവരോടും വന്ന് കാണാൻ പറയണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റാ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എൻ്റെ ചക്കര കുട്ടികളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു പിങ്ക് ഹാർട്ട് ഇടാൻ മറക്കണ്ട. ഇനി ഇതുപോലെ ഈ ചാപ്റ്ററിൽ ഡൗട്ടുള്ള ടോപ്പിക്സ് ഇല്ല എൻ്റെ മക്കൾക്ക്, അതേതാണെന്നും കൂടെ കമൻറ്റ് ചെയ്തോ. മിസ് വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് മീ, നിങ്ങളെ സ്വന്തം ഇതിലാ മിസ് സൈനിങ് ഓഫ്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തോ.